നല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മോർഗൻ ഗിബ്സോയിട്ട് ടോട്ട്നാമിന് നല്ല 8ന്റെ പണി തന്നെ കൊടുത്തിട്ടുണ്ട്. പുള്ളി വരുന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്പേഴ്സ് ഫാൻസിന്റെ മുമ്പിൽ മെഡിക്കലും ബുക്ക് ചെയ്തു, റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ പോകുന്ന ബോർഡിന്റെ മുമ്പിലേക്കാണ് ഇതുപോലുള്ള എടുത്തി വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഗിബ്സ് വൈറ്റ് 2028 വരെയുള്ള ഒരു കോൺട്രാക്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായി സൈൻ ചെയ്തു. ഒരു റെക്കോർഡ് വേജ് തന്നെ ഓണർ പുള്ളിക്ക് ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പുള്ളി ഇനി വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി ചിലപ്പോ പാനിക് ബൈയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം നല്ലൊരു മിഡ്ഫീൽഡറെ നോക്കി കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന്റെ ഹാർവി എലിയട്ട് ആണ് മറ്റൊരു ഓപ്ഷൻ. അവരും 40 to 50 മില്യൺ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനിയൊരു ബിഡിംഗ് വാറിലേക്ക് പോകുന്ന കാര്യം നമുക്കറിയില്ല. കാരണം 2 or 3 ടീമുകൾ ഹാർവി എലിയട്ടിനെ സ്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനിടക്ക് പോയിട്ട് പുള്ളിയെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അതും ചിലപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള കാര്യമുണ്ട്. ഡാനിയൽ ലീവിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ പോയി ഒരു മിഡ്ഫീൽഡിലേക്ക് ഒരു പ്ലെയറെ കൊണ്ടുവരേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ്. അതിനിടയ്ക്ക് ബയൺ മ്യൂണിച്ചിൽ നിന്നും ഫലീനിയെ ആ ഒരു നമ്പർ 6 റോളിനായി കൺസിഡർ ചെയ്യുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇതൊരു ഇനീഷ്യൽ കോണ്ടാക്ട് മാത്രമാണ്, ബിഡിങ്ങിലേക്ക് പോയിട്ടില്ല, ഡിസ്കഷൻ ഒരിക്കലും അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുമില്ല. ചിലപ്പോൾ കൊണ്ടുവന്നാൽ വന്നു എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ജാവ ഫിലിക്സ് നമുക്കറിയാം, പുള്ളി ബെൻഫിക്കയിലേക്ക് പോകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് അൽ നസർ വലിയൊരു പ്രപ്പോസലുമായിട്ട് ചെൽസിയെ കോണ്ടാക്ട് ചെയ്തു. 40 മില്യൺ പ്ലസിന്റെ ഒരു ഓഫറാണ് പുള്ളിക്കായിട്ട് പെർമനന്റ് ഡീലോടെ അൽ നസർ കൊടുത്തിട്ടുള്ളത്. ടോക്സ് അതിന്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ഫൈനൽ ഗ്രീൻ ലൈറ്റിനായിട്ടാണ് അൽ നസറും ചെൽസിയും ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ജാവ ഫിലിക്സ് സൗദി ലീഗിലേക്ക് തന്നെ പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു പാക്കേജ് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. മറ്റൊരു ന്യൂസ് വരുന്നത് ആർസണലിന്റെ സൈഡിൽ നിന്നാണ്. ആർസണൽ യോക്രേഷിന്റെ സൈനിങ് ഒക്കെ സെക്യൂർ ആക്കി. പുള്ളി എനിക്ക് തോന്നുന്നു ഡെബ്യൂ കളിക്കാൻ പോകുന്നത് ടോട്ട്നാമെതിരെ ഹോങ്കോങ്ങിൽ വെച്ചായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് മത്സരം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. യോക്രേഷിന്റെ സൈനിങ്ങിന് ശേഷം ആർസണൽ ക്രിസ്റ്റൽ പാലസിൽ എസ്സയുടെ സൈനിങ്ങിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് വളരെ ജെന്യൂൻ ആണ്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. പാക്കേജിന്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ട്. 60 to 80 മില്യൺ അടുത്തുള്ള ഒരു പാക്കേജാണ് ക്രിസ്റ്റൽ പാലസ് എക്സ്പെക്ട് ചെയ്യുന്നത്. എസ്സെ കൂടി ആ ഒരു വിങ്ങിലേക്കോ അല്ലെങ്കിൽ അറ്റാക്കിൽ മിഡിലേക്കോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണൽ സ്കോഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവും. അതിൽ കാര്യത്തിൽ യാതൊരു സംശയവും. ആർസണൽ ചിലപ്പോ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എസ്സയുടെ സൈനിങ്ങിനായിട്ട് പുഷ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ചില സൂചനകൾ നമുക്ക് തരുന്ന വാർത്തകൾ. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ആർസണൽ സൈഡിൽ തന്നെയാണ്. റീസ് നെൽസൺ അവരുടെ റൈറ്റ് വിങ് കളിച്ചുകൊണ്ടിരിക്കുന്ന 25 വയസ്സുള്ള ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ഇപ്പം ഫുള്ളാമിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഫുള്ളാമിന്റെ കാര്യത്തിൽ ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. ഒരു ലോൺ ഓപ്ഷനാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു ഓപ്ഷൻ ടു ബൈ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ആർസണലിന്റെ സൈഡിൽ നിന്ന് ഒബ്ജക്ഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ഈ സീസൺ തന്നെ ആർസണലിന്റെ വേജ് ബില്ലിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് യുവന്റസിന്റെ സൈഡിൽ നിന്നാണ്. ഞാൻ ഡഗ്ലസ് ലൂയിസിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രശ്നം മൂർച്ഛിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഡഗ്ലസ് ലൂയിസ് ഇനി യുവന്റസിൽ കളിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പില്ല. പുള്ളി എത്രയും പെട്ടെന്ന് യുവന്റസ് വിട്ടിട്ട് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇപ്പൊ യുണൈറ്റഡ് ചെറിയ ലിങ്ക് ഒക്കെ പുള്ളിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് എന്തായാലും കസമീറോ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഒരു സോളിഡ് പ്ലെയറെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഡഗ്ലസ് ലൂയിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുള്ളി പോകുന്നതിന് മുമ്പ് പ്രീമിയർ ലീഗിൽ നല്ല രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡൊക്കെ കളിച്ച പരിചയമുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യുണൈറ്റഡിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഹാവി സൈമൺസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കോൺഫർമേഷൻ വന്നിട്ടില്ല. ചെൽസിയും ഇപ്പോൾ ഒരു ഡിസ്കഷൻ മോഡിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പ്ലെയർ ആയിരിക്കും.
ആ ഒരു പ്ലെയർ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിയുടെ സ്ക്വാഡ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.